ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് തേടുന്നതിനുള്ള ശ്രമത്തിൽ കൂടിയാണ് ഓരോ സ്ഥാനാർത്ഥികളും. ഇന്നലെയാണ് ഇത്തരത്തിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയുണ്ടായി. വടകരയിൽ കെ ശൈലജ ടീച്ചറാണ് മത്സരിക്കുന്നത്. ജനങ്ങളെ ഒക്കെ തന്നെ നേരിട്ട് കണ്ട് ഇത്തരത്തിൽ വോട്ട് അഭ്യർത്ഥിച്ച ഒരു പ്രവർത്തനമാണ് LDF എല്ലാ കാലത്തും മുന്നോട്ട് വയ്ക്കുന്നത്. വികസനം ഏതു തരത്തിൽ ചർച്ചയാക്കി മാറ്റാം, ഒരു രാഷ്ട്രീയത്തിനപ്പുറം വികസനം ചർച്ചയാക്കിയുള്ളൊരു തിരഞ്ഞെടുപ്പ് എന്ന തരത്തിലാണ് LDF ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ഭാഗമായി ഓരോ സ്ഥാനാർത്ഥികളും ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ളൊരു പ്രചരണ രീതി തന്നെയാണ് ഇനിയുള്ള പ്രചരണ ഘട്ടത്തിൽ ശരിക്കും അവലംബിക്കാൻ പോകുന്നത്. AK രതീഷ് കൂടി ചേരുകയാണ്. ലതീഷ്, ശൈലജ ടീച്ചർ ജനങ്ങളിലേക്ക് ശരിക്കും ഇറങ്ങി ചെല്ലുകയാണ്. ഓരോരുത്തരെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു രീതി, അത് എല്ലാ തുടർനീളമുള്ള LDF പ്രതിനിധികളൊക്കെ തന്നെ അവലംബിക്കുന്ന ഒരു രീതി തന്നെയാണ്. KK ശൈലജ ടീച്ചർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇന്നലെ വലിയ സ്വീകരണമാണ് KK ശൈലജ ടീച്ചർക്ക് വടകരയിൽ നൽകിയത്. വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് സ്വീകരണം ആരംഭിച്ചത്. റോഡ് ഷോയിലൂടെ സ്വീകരണം അവസാനിക്കുന്ന നിലയാണ് ഉണ്ടായത്. ഇന്ന് രാവിലെ മുതൽ KK ശൈലജ ടീച്ചർ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് സജീവമായി കഴിഞ്ഞു. നിലവിൽ ടീച്ചർ എത്തിയിരിക്കുന്നത് പേരാമ്പ്ര EMS സഹകരണ ആശുപത്രിയിലാണ്. ആശുപത്രി ജീവനക്കാരെയും മറ്റും കാണുന്ന തിരക്കിലാണ്. സ്വാഭാവികമായും ഈ മണ്ഡലത്തിലെ വോട്ടർമാരായ ആളുകളാണ് ആശുപത്രി ജീവനക്കാരിലും ഇവിടെയുള്ള ആളുകളിലും മഹാഭൂരിപക്ഷവും. അവരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു തിരക്കിലാണ്. പരമാവധി വ്യക്തികളെയും അതേപോലെ തന്നെ സ്ഥാപനങ്ങളും സന്ദർശിച്ചുകൊണ്ട് വോട്ടർമാരിലേക്ക് നേരിട്ട് ഇറങ്ങുക, അവരുടെ വോട്ട് അഭ്യർത്ഥിക്കുക എന്ന പ്രവർത്തനത്തിലേക്കാണ് LDF സ്ഥാനാർത്ഥികൾ കടന്നിരിക്കുന്നത്. ഒരു മുൻതൂക്കം സ്വാഭാവികമായും സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അതിനുശേഷം നടന്ന റോഡ് ഷോ, ആ നിലയിൽ LDFന് ഒരു മേൽക്കൈ മണ്ഡലത്തിൽ ഇതിനകം തന്നെ കേരളത്തിലുടനീളം തന്നെ എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ആ നിലയിൽ ലഭിച്ചു കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായാണ് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുന്നത്. മറ്റ് പ്രചാരണ പരിപാടികളെല്ലാം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ശേഷമായിരിക്കും ഉണ്ടാവുക. അതുവരെ ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലും എത്തി പരമാവധി വോട്ടർമാരെ കാണുക എന്നുള്ള പ്രവർത്തനത്തിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ മുൻതൂക്കം നൽകുന്നത്. ഇന്ന് ഉച്ചവരെ പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിലാണ് ശൈലജ ടീച്ചറുടെ പ്രചാരണം ഉണ്ടാവുക. ഉച്ച കഴിഞ്ഞ് കൂത്തുപറമ്പിലും വൈകിട്ട് തിരിച്ച് വീണ്ടും കുറ്റ്യാടി മണ്ഡലത്തിലും എത്തി പരമാവധി വോട്ടർമാരെ കാണുന്ന പ്രവർത്തനമായിരിക്കും. ആ നിലയിലാണ് ആദ്യ ദിനത്തിലെ പ്രചാരണ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആതിര, ലതീഷ് സൂചിപ്പിച്ചത് വളരെ പ്രധാനമാണ്. ഇന്നലത്തെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം വടകരയിലെ ജനങ്ങൾ ഏത് തരത്തിലാണ് ശൈലജ ടീച്ചറിനെ സ്വീകരിച്ചത്, എത്രത്തോളം വലിയ സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിൽ എന്നുള്ളത് ഇന്നലെ നമ്മൾ ആ ഒരു സ്വീകരണ പരിപാടിയിലടക്കം കണ്ടതാണ്. അപ്പോൾ ടീച്ചർ പ്രതികരിക്കുകയുണ്ടായി. ഇത്തരത്തിൽ വികസനത്തിൽ ഊന്നിയ ഒരു തിരഞ്ഞെടുപ്പ് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. LDF മുന്നോട്ട് വെക്കുന്ന പ്രധാന അജണ്ട എന്ന് പറയുന്നതും ഈ ഒരു വികസനത്തിൽ ഊന്നിയുള്ള ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ലതീഷ്, തീർച്ചയായും രാഷ്ട്രീയമാണ് LDF മുന്നോട്ട് വെക്കുന്നത്, വികസനമാണ് മുന്നോട്ട് വെക്കുന്നത്. വടകര അസംബ്ലി മണ്ഡലം എന്ന് പറയുന്നത് LDFന് ശക്തമായ അടിത്തറയുള്ള സ്വാധീനമുള്ള മണ്ഡലമാണ്. എന്നാൽ കഴിഞ്ഞ 3 തവണയായി വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും UDF സ്ഥാനാർത്ഥികളാണ് ജയിച്ചു കയറുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കരുത്തയായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന വലിയ ഒരു ദൗത്യമാണ് ടീച്ചർക്ക് മുന്നിലുള്ളത്. അതിന് ഉതകുന്ന രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് LDF കടന്നു കഴിഞ്ഞു. ആ നിലയിലാണ് പ്രചാരണ പ്രവർത്തനത്തിൻ്റെ തുടക്കം മുതൽ ഇന്നലെ ലഭിച്ച സ്വീകരണം. ടീച്ചർ തന്നെ പറഞ്ഞു, വമ്പിച്ച സ്വീകരണമാണ്, വലിയ സ്വീകാര്യതയാണ് മണ്ഡലത്തിലുടനീളം ലഭിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ ടീച്ചർ പറയുകയും ചെയ്തു. എന്തായാലും ഒരു പ്രചാരണ രംഗത്ത് ഒരു മുൻതൂക്കം LDF ലഭിച്ചു കഴിഞ്ഞു. ടീച്ചർ ഇവിടെയുള്ള വോട്ടർമാരോട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളെ കാണാൻ വന്നിട്ടുള്ളത്. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വികസനത്തിനും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനും വേണ്ടി ഒരു വോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ശക്തമായിട്ട് ഉന്നയിക്കേണ്ടതുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ സംരക്ഷിക്കാൻ അവിടെ ശക്തമായ പോരാട്ടം നടത്തിയിരുന്ന സമയമാണിത്. കേരളത്തിൽ നിന്ന് 20 MP-മാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി അവിടെ ചെന്നാൽ കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവിടെ ഉന്നയിക്കാൻ സാധിക്കും. രാജ്യത്തിൻ്റെ ഭരണഘടനയും രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതരത്വ സ്വഭാവവും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ശക്തമായി ശബ്ദമുയർത്താൻ സാധിക്കും. പിന്നെ നമ്മുടെ മണ്ഡലത്തിൻ്റെ വികസനം, വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലം ഒരുപാട് വികസന സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. എന്നാൽ അതിൻ്റെ രീതിയിൽ വന്നു കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്കറിയാം. ഞാനിവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എല്ലാവരുമായി സഹകരിച്ച് നല്ല പരിശ്രമം നടത്തും. നേരത്തെ MLA ആയപ്പോഴും മന്ത്രിയായപ്പോഴും ഒക്കെ ജനങ്ങളുടെ കൂടെ നിന്ന് കഴിയാവുന്ന വിധം പ്രവർത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിനു വേണ്ടി എൻ്റെ കൂടെ ശക്തരായ നല്ല അനുഭവ സമ്പത്തുള്ള ധാരാളം ആളുകളുണ്ട്. 2 മുൻ MLA-മാരിപ്പം കൂടിയുണ്ട്. രാധാരത്തെയും കുഞ്ഞാമത് മാഷും ഞങ്ങൾ ഒന്നിച്ച് അസംബ്ലിയിലുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കുഞ്ഞാമത് മാഷും എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷികളുടെ എല്ലാവരും ഇപ്പോൾ കൂടെയുണ്ട്. ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ഈ നിയോജക മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും നല്ല പദ്ധതികൾ ആവിഷ്കരിച്ച് ഞങ്ങൾക്ക് കഴിയും വിധം ഈ നാടിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമെന്നാണ് പറയാനുള്ളത്. നിങ്ങൾ ആശുപത്രിയിലെ ജീവനക്കാരാണ്. ഈ ആശുപത്രി നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ്, സഹകരണ ആശുപത്രിയാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഇവിടെ വരുന്ന ആളുകളോടും അതുപോലെ തന്നെ സ്വന്തം വീടുകളിലുമെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം കൂടി നിങ്ങളുടെ പ്രവർത്തനത്തിനിടയിൽ പറയണം. ശൈലജ ടീച്ചർക്കൊരു വോട്ട് കൊടുക്കണമെന്ന് ഈ നാട്ടുകാരോട് എല്ലാവരെയും എനിക്ക് കാണാൻ പറ്റില്ലല്ലോ നേരിട്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും കാണുമ്പോൾ ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ കാര്യം പറഞ്ഞതായി അവരോടെല്ലാം സംസാരിക്കണം. ഇത്തവണ വലിയ ഭൂരിപക്ഷത്തോടെ നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് ജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ വിജയത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും സഹായിക്കണം, പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. വടകരയിലെ KK ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പര്യടനം അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വികസനത്തിൽ ഊന്നിയൊരു തെരഞ്ഞെടുപ്പ് തരത്തിലായിരിക്കും കാര്യങ്ങളെ നേരിടുക. MLA ആയിരിക്കുമ്പോഴും മന്ത്രിയായിരുന്നൊരു ഘട്ടത്തിലും എല്ലാ തരത്തിലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അത് ഇനിയും തുടരുമെന്നുള്ളൊരു ഉറപ്പ് കൂടിയാണ് ജനങ്ങൾക്ക് KK ശൈലജ ടീച്ചർ നൽകുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.